എല്ലാവർക്കും VMPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2017 നടന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു സെറ്റാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വിജയിച്ച ആ ഒരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ളതുകൊണ്ടും അതിൻ്റെ ആൻസർ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടും ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അങ്ങനെ ഞാൻ ഈ സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ സെറ്റ്. അപ്പോൾ നമുക്ക് 2017 നടന്നിട്ടുള്ള ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനകത്ത് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല, കാരണം അതിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളൂ. വീഡിയോ ഭയങ്കര ലെങ്ത്തായിപ്പോൾ അപ്പോൾ നമുക്കത് ഒരു ബോറിങ്ങായി തോന്നുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്ത് മാത്രം ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ കാണാം. Among the historians, perceived history as a progressive realization of God will through the application of human reason. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, GWF ഹെഗൽ. രണ്ടാമത്തത്, many historians have been drawn to their work by the aesthetic pleasure they experienced receiving in the past, just as enjoyable pursued music, painting, poetry, etc. But among the following historians who hold the view that pleasure aspect of history study is a corollary to social necessity. രണ്ടാമത്തേത് ഡി ആണ് ആൻസർ വരുന്നത്, ഡി. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ഹിസ്റ്റോറിയൻ ഷുഡ് ഓഫ് കോഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് വാട്ട് ഈസ് സ്പെസിഫിക് കമ്പാരിസൺ ഹി ഓൾവേസ് ഹാഡ് സെൻട്രൽ place in social history, who among the following historians must spend life to define distinctive characteristic Western civilization by a systematic comparison between Europe and Asia in the economic, political, religions. അതിൻ്റെ ഉത്തരം വരുന്നത് മൂന്നിൻ്റെ ഉത്തരം ഡി ആണ്, മാക്സ് വെബർ. The attempt to make to completely objective history by scrupulosely avoiding all controversies and moral judgment may result in extremely boring piece of historical writing useful to none who hold this view. അപ്പോൾ അത് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, അതായത് ആർതർ മാർവിക് ആണ്. ആർതർ മാർവിക്. Who among the following historian extended linguistic analysis, interpretation, Hindu myth and enriched historical knowledge. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് എ, ഡിഡി കൊസാംബിൻ്റെത്. ഇനി ആറാമത്തത്, who among the following historians sought law history and examined various kind of government in order to discover relation of physical factor to national character and institution particular people. 6 എ പറയുന്നത്, അതായത് എ. എന്താണ്? മോണ്ടസ്ക്യൂ. ആണ് ഉത്തരം. ഇനി ഏഴാമത്തത്, അതായത് ഡിസ്കസിങ് റൈസ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് തിയറി ആൻഡ് റിമാർക്ക് ദീസ് വേർഡ് ഇൻ ആൻ ഏജ് വിച്ച് ഗോഡ് ഫാദർഹുഡ് ഹാസ് ബിക്കം എ മാറ്റർ ഫോർ ഡിബേറ്റ്, എ മിഡീവലിസ്റ്റ് ഹാസ് സ്റ്റഡീഡ് ഇമേജ് ഓഫ് ജീസസ് ആസ് മദർ. ഏഴാമത്തതിൻ്റെ ആൻസർ പറയുന്നത് പീറ്റർ ബർക്കാണ്, പീറ്റർ ബർക്ക്. Given below two statements, one labeled assertion, other labeled reason. To detect error of God, faith, investigation asks question relating the author of document. The strength document in the true, relevant, described not beautifully. The question എന്താണ് ഉത്തരം? അതായത് എ ആണ് ഉത്തരം. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. correct explanation of A.
ഇനി 9th ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ഔട്ട് വൺ പെയർ എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് കൺസേണിങ് കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി അഡ്വാൻസ്ഡ് ബൈ ദം. അതായത് 9ാമത്തതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ഉത്തരമാണ്. അതായത് എന്താണ് ഉത്തരം? ജെയിംസ് മില്ലാണ്. അതായത് സി. ജെയിംസ് മില്ലിൻ്റെ. ഇനി അടുത്തത് നെയിം ദി ഓതർ ഓഫ് ദ ബുക്ക് ദ സ്റ്റേറ്റ് ഹിസ്റ്ററി നോട്ട് മിയർലി an interpretation of past event, also the future event which are likely to happen according to ruling principle analogy എന്ന് പറയുന്നത്. അപ്പോൾ 10ാമത്തെ ഉത്തരം പറയുന്നത് ബി, അതായത് ഓസ്വാൾഡ് സ്പെംഗ്ലർ, ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ്. അതായത് ബി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹു എമംഗ് ദ ഫോളോയിങ് ഹിസ്റ്റോറിയൻ കൺസിഡർ ന്യൂ ഹിസ്റ്റോറിസിസം. ന്യൂ ഹിസ്റ്റോറിസിസം ആസ് എ റെസിപ്രോക്കൽ കൺസേൺ വിത്ത് ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റ് ആൻഡ് ദ ടെക്സ്ച്വലി ഓഫ് ഹിസ്റ്ററി. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഉത്തരം ഏതാണ്? എ ആണ്. അതായത് ലൂയിസ് മോൺട്രസ് ആണ് ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റ് ആൻഡ് ടെക്സ്ച്വാലിറ്റി ഹിസ്റ്ററീൻ്റെത് ലൂയിസ് മോണ്ടർ. അടുത്തത് നെയിം മെത്തേഡ് ടെക്സ്റ്റ് അപ്ലൈ ഡിറ്റർമൈൻ authenticity ഓഫ് സോഴ്സ് ബിഫോർ ഇറ്റ് കുഡ് ബി സേഫ്ലി യൂസ്ഡ് ആസ് എവിഡൻസ്. എന്താണ് അത്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം. എക്സ്റ്റേണൽ ക്രിറ്റിസിസം, അതായത് എ ആണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെൻറ്റ്, ഒന്ന് ലേബൽഡ് അസർഷൻ, അതർ റീസൺ. അപ്പം മിത്സ് ആർ ജനറലി കൺസിഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി ഓഫ് ഹിസ്റ്ററി. അപ്പം മിത്സ് പ്രൊവൈഡ് സോഷ്യൽ സാങ്ഷൻ ആൻഡ് ഒക്കേഷൻ സേഫ് ഗാർഡ് മൊറാലിറ്റി. 13ൻ്റെ ഉത്തരം പറയുന്നതും എ ആണ്. എ, അതായത് എ ആർ ട്രൂ, ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് എ ആണ് ഉത്തരം. ഇനി 14ൻ്റെ ഉത്തരം, അതായത് മാച്ച്, അതായത് ലിസ്റ്റ് ഓതറും ബുക്കുമാണ്. സെലക്ട് കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ് ഗിവൺ ബിലോ. ഇനി 14ാമത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. 14ാമത്തെ ഉത്തരം എ ആണ്. അതായത് ഈ എ. അടുത്തത് 15ാമത്തത് ഇൻ ജനറൽ ഹൂ ഈസ് കൺസിഡേർഡ് ബൈ മോഡേൺ ഹിസ്റ്റോറിയൻ ആസ് ദ ഗ്രേറ്റ് അതോറിറ്റി ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ 15ാമത്തത് ഉത്തരം ബി ഉത്തരമാണ്. എന്താണ്? ബറാനി എന്നാണ്. ബറാനി, അതായത് ബറാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out the chief defect of Barani's biographies. Find out chief defect of Barani's biographies. അതായത് 16ാമത്തത് ഉത്തരം വരുന്നത്, അതായത് ഓപ്ഷൻ ബി ആണ്. 16ാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അതായത് സബ്ജക്റ്റിവിറ്റിയാണ്. ഇനി അടുത്തത് 17ാമത്തതാണ്. 17 പറയുന്നത് ഹു എമംഗ് വാസ് നോട്ട് മുഗൾ ഹിസ്റ്റോറിയൻ. നോട്ടാണ്, നോട്ട് മുഗൾ ഹിസ്റ്റോറിയൻ. 17ാമത്തതിൻ്റെ ഉത്തരം ഡി ആണ്. ആരാണ്? അഫീഫ്. അഫീഫ്, അതായത് ഹു എമംഗ് വാസ് നോട്ട് എ മുഗൾ ഹിസ്റ്റോറിയൻ. അപ്പോൾ ബദൗനി, മുല്ല അഹമ്മദ് അവരുടെ മുഗൾ ഹിസ്റ്റോറിയൻസ് ആണ്. അല്ലാത്തത് അഫീഫ്. ഗിവൺ ബിലോ ദ നെയിം ഓറിയൻ്റലിസ്റ്റ് ഹിസ്റ്റോറിയൻ ആൻഡ് ദർ വ്യൂ പോയിൻ്റ് എബൌട്ട് ആര്യൻ കൾച്ചർ. ഫൈൻഡ് ദ വൺ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിൻ്റെ അകത്ത് മാച്ച് അല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. 18ൻ്റെ ഉത്തരം പറയുന്നത് സി ആണ്. അതായത് മാക്സ് മുള്ളറാണ്.
C. Max Muller. Sympathy for Indians and Max Muller, അതായത് sympathy for the Indians and their ancient institution. Which among the following note predominant motive of John Stuart Mill in writing history of India? അതായത് 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ന്റെ ആൻസർ സി ആണ്. അതായത് സി ക്വസ്റ്റ്യൻസ് ആണ്. The Aryan race theory had a more insidious influence in the writing of Indian history. അതായത് സി. ഇനി we must be particularly humiliating to be constantly told by the rulers that freedom has never spread her wings over the native land and that they are heirs to untold centuries of oriental despotism, who was criticized by Hewell E.B. in the approach and writing about history of early India. ഇതിൻ്റെ ഉത്തരം പറയുന്നത് വി എ സ്മിത്ത്, അതായത് വി എ സ്മിത്ത് ആണ്. Name the imperialist historian hold view that from the coming of Aryans to the arrival British, Indian society had remained substantially unchanged. അപ്പോൾ 21ൻ്റെ ഉത്തരം എന്താണ്? അത് ജെയിംസ് മില്ലാണ്. എ. അതായത് ജെയിംസ് മിൽ, ഹു എമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയൻ, അതായത് ഫ്രം ദി കമ്മിങ് ഓഫ് ആര്യൻ, arrival of British, Indian society had remained substantially unchanged. അത് ജെയിംസ് മിൽ. ജെയിംസ് മിൽ. 22. Among the following historian who observed that a valuable offshoot of national historiography was the growth of interest in region and local history, which turn led discovery of new source materialism. അപ്പോൾ 22ൻ്റെ ആൻസർ ഏതാണ്? എ, അതായത് റോമില്ല താപ്പറാണ്. ഉത്തരം എ ആണ്, റോമില്ല താപ്പർ. At 23, among the following historian who remarked that far from the Guptas reviving nationalism, it was nationalism that revived the Guptas in connection with the concept national revival during the Gupta period. അപ്പോൾ 23ൻ്റെ ആൻസർ എത്രയാണ്? 23യുടെ ആൻസർ എ, അതായത് ഡി ഡി കൊസാംബിയാണ്. 23 എ ആണ്, ഡി ഡി കൊസാംബി. അടുത്തത്, while assessing characteristic of Greek historiography, which one of the following statement not suitable? അപ്പോൾ നോട്ട് സൂട്ടബിൾ ആയത്, അപ്പോൾ നോട്ട് സൂട്ടബിൾ ആണ്. ആൻസർ ഓപ്ഷൻ ഡി, അതായത് the Greek used a definite scheme of dating event, അതായത് 24th ഡി ആണ്. Next, from the following historian who turned history into code of conduct for achieving peace and happiness in their society? For example, the statement like justice is better than expediency. 25ൻ്റെ ഉത്തരം സി, തൂസിഡിഡസ് ആണ്. Among the following historian who is characteristic Roger Bacon of medieval historiography? Following historian who is characteristic Roger Bacon of medieval historiography. 26ൻ്റെ ആൻസർ ഡി, ഇബൻ ഖൽദം. റോജർ ബേക്കൺ, അതായത് who among the following historian characteristic Roger Bacon medieval historiography? ഇബൻ ഖൽദം.
അതിന് മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഉണ്ട്. വോൾട്ടേർഡ്, ഡെസ്കാർട്സ്, ഡേവിഡ് ഹ്യൂം, ഹെഡർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എന്താണ് 27 ആൻസർ ബി ആണ്. ആൻസർ ബി. ഇനി 28ാമത്തത് നെയിം ദ ഫേമസ് ബെൽജിയൻ ഹിസ്റ്റോറിയൻ ഹു പുട്ട് ഫോർവേഡ് ദീസ് എക്സ്പ്ലൈനിങ് ദ റൈസ് ഓഫ് മിഡീവൽ യൂറോപ്യൻ സിറ്റീസ് ആൻഡ് അബൌട്ട് ദ മിഡീവൽ യൂറോപ്യൻ സിവിലൈസേഷൻ ദാറ്റ് ബിഗാൻ ഓൺലി വിത്ത് ദ കറോലിഞ്ചിയൻസ്. 28ൻ്റെ ആൻസർ സി ആണ്. 28ൻ്റെത് അതായത് എന്താണ് ഹെൻറി പൈൻ. അടുത്ത 29ാമത്തത് ഹു എം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നൈറ്റ്സ്ചെൻ, പിന്നെ ഫോക്കോഡ്ലിയൻ കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി. 29ൻ്റെ ആൻസർ എ ആണ്, ഓപ്ഷൻ എ. അടുത്ത 30 ജാക്വിസ് ഡെറിഡ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ മെത്തേഡ് റീഡിംഗ് ടെക്സ്റ്റ് വിച്ച് ഹി കോൾഡ്. 30 ഉത്തരം ഏതാണ്? 30ാമത്തെ ഉത്തരം സി ആണ്, ഡീകൺസ്ട്രക്ഷൻ ആണ്. ഇനി 31 ദ ലൈറ്റ് ഓഫ് ട്രാൻസാക്ഷൻ സോമറിൻ ഓഫ് കാലിക്കറ്റ് വിത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1725-1751. അപ്പോൾ 31ൻ്റെ ആൻസർ ഡി, തലശ്ശേരി കൺസൾട്ടേഷൻ ആണ്.